തുടർഭരണം ഉറപ്പായി. UDF-ൽ പ്രതിസന്ധി രൂക്ഷം. ലീഗിന്റെ അപ്രമാദിത്വം സഹിക്കാനാകുന്നില്ല. മുന്നണി വിടാനൊരുങ്ങി ജോസഫ് വിഭാഗം. ഈയിടെ നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ സീറ്റുകൾ നിലനിർത്താനായെങ്കിലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം ലഭിക്കുവാനുള്ള സാധ്യത വിരളമാണെന്നാണ് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. വയനാട്ടിലെ പ്രിയങ്കയുടെ വിജയം ഇലക്ഷന് മുൻപ് തന്നെ എല്ലാവരും ഉറപ്പിച്ചിരുന്നതാണ്. ചേലക്കരയിലും പാലക്കാടും വിജയം പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിന് പാലക്കാട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെന്ന് മാത്രമല്ല, പാലക്കാട് CPM-ന്റെ വോട്ട് വിഹിതം 2000-ലധികം ഉയരുകയും ചെയ്തു. ഇതോടെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന UDF പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. മുനമ്പ് ഭൂമിയുമായി ബന്ധപ്പെട്ട് UDF-ഉം ക്രൈസ്തവ സഭകളുമായി ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം നാൾക്കുനാൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന് മുന്നണി വിടേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ B ടീമായി മാറിയതോടെ സഭാ നേതൃത്വം PJ ജോസഫിനെയും മോൻസ് ജോസഫിനെയും വിളിച്ച ശക്തമായ പ്രതിഷേധം അറിയിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. മൂന്നാമതൊരു പ്രാവശ്യം കൂടി പ്രതിപക്ഷത്തിരുന്നാൽ പാർട്ടി തന്നെ ഇല്ലാതാകുമെന്ന വിലയിരുത്തലിലാണ് ജോസഫ് വിഭാഗം. തങ്ങളുടെ പഴയ ലാവണമായിരുന്ന LDF-ലേക്ക് തന്നെ തിരികെ പോകണമെന്നാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും അണികളുടെയും വികാരം. അവിടെ കീറാമുട്ടിയായി മാറിയിരിക്കുന്നത് മോൻസിന്റെ മണ്ഡലമായ കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തി സീറ്റില്ലെങ്കിൽ താൻ LDF-ലേക്ക് ഇല്ലെന്ന നിലപാടിലാണ് മോൻസ് ജോസഫ്. UDF-ൽ ഇനി തുടർന്നിട്ട് കാര്യമില്ലെന്നും മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഇങ്ങനെ തുടർന്നാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തങ്ങൾക്ക് എതിരാകുമെന്നും വീണ്ടും പ്രതിപക്ഷത്തിരുന്നാൽ പാർട്ടി തീർത്തു പോകുമെന്നുമുള്ള അഭിപ്രായം PJ ജോസഫിനുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇപ്പോഴും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന PJ ജോസഫ് UDF മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട് അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. ജോസഫ് സാർ എടുക്കുന്ന ഏതു തീരുമാനത്തിനുമൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് കോട്ടയം MP ഫ്രാൻസിസ് ജോർജിന്റെ നിലപാട്. കടുത്തുരുത്തി സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ മടക്കയാത്ര ബുദ്ധിമുട്ടാണെന്നാണ് മോൻസിന്റെ നിലപാട്. കടുത്തുരുത്തി സീറ്റ് മാണി വിഭാഗം മത്സരിക്കുന്ന സീറ്റ് ആയതിനാലാണ് കടുത്തുരുത്തി നൽകില്ല എന്ന് LDF നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കടുത്തുരുത്തിക്ക് പകരം ജയിക്കുന്ന മറ്റൊരു സീറ്റോ ഇനി ആദ്യം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റോ മോൻസിന് നൽകി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.